കണ്ണൂർ പിലാത്തറയിൽ നിന്നും അത്യന്തം ഞെട്ടിക്കുന്ന ഒരു അതിക്രമ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലഹരിക്കടിമയായ ഒരു യുവാവ് മാരകായുധങ്ങളുമായി ഒരു ആരാധനാലയത്തിലേക്കുള്ളിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തടയാൻ ശ്രമിച്ച 3 പേരെ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പിലാത്തറ എഴിലോട്ട് ഫാറൂഖ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:45ഓടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത്. നിരവധി ക്രിമിനൽ കഞ്ചാവ് കേസുകളിൽ പ്രതിയായ കാസർഗോഡ് സ്വദേശി സിയാദ് അബ്ദുള്ള എന്ന 31കാരനാണ് ആരാധനാലയത്തിനുള്ളിൽ ഈ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിയുടെ ആക്രമണ രീതിയും അതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളും അതീവ ഗൗരവമേറിയതാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ലഹരിക്ക് പൂർണ്ണമായി അടിമപ്പെട്ട പ്രതി ആദ്യം താൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെത്തി സ്വന്തം ഭാര്യയെയും അയൽവാസികളെയും മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും അവിടുത്തെ നിരീക്ഷണ ക്യാമറകൾ തല്ലി തകർക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് വടിവാളും കത്തിയുമായി തൊട്ടടുത്തുള്ള മസ്ജിദിലേക്ക് ഇയാൾ പാഞ്ഞെടുത്തത്. അടച്ചിട്ടിരുന്ന ഗേറ്റ് ചവിട്ടി തുറന്ന് അകത്തു കയറിയ പ്രതി പള്ളിയുടെ ജനൽ ഗ്ലാസുകളും മദ്രസയിലെ കസേരകളും അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് ഭയന്ന പള്ളിയിലെ ഉസ്താദിന് നേരെ വധഭീഷണി മുഴക്കുകയും ലൈറ്റുകൾ മുഴുവൻ ഓഫ് ചെയ്ത് ഇരുട്ടിന്റെ മറവിൽ വടിവാൾ വീശി വെല്ലുവിളി ഉയർത്തുകയുമായിരുന്നു. വിവരം അറിഞ്ഞോടിയെത്തിയ കമ്മിറ്റി ഭാരവാഹിയായ നസീർ എന്ന 47കാരൻ ഉസ്താദിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ക്രൂരമായ കുത്തേറ്റത്. നസീറിന്റെ പുറത്തും കാലിനും ഗുരുതരമായി കുത്തേറ്റു. ഇദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മുഅദ്ദിൻ മുഹമ്മദ് ആഷിഖ്, KM സമീർ എന്നിവർക്കും പ്രതിയുടെ കത്തിവിഷയിൽ പരിക്കേറ്റു. പള്ളിയുടെ ഉൾവശവും വരാന്തയും ചോരയിൽ കുതിർന്ന നിലയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഈ സംഭവം കേവലം ഒരു ഒറ്റപ്പെട്ട അക്രമ സംഭവമല്ല, മറിച്ച് ലഹരി മാഫിയ നമ്മുടെ പ്രാദേശിക സമൂഹങ്ങളുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. സാധാരണക്കാരായ ജനങ്ങൾ സമാധാനപരമായി കഴിയുന്ന ഇടങ്ങളിലേക്ക് പോലും ലഹരിക്ക് അടിമപ്പെട്ട ക്രിമിനലുകൾ ആയുധങ്ങളുമായി കടന്നു കയറുന്ന അവസ്ഥ അതീവ ഭീതിജനകമാണ്. ഒരു പ്രദേശത്തിന്റെ ആകെ ക്രമസമാധാന നിലയെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വത്തെയും ഇല്ലാതാക്കുന്ന ഇത്തരം ലഹരി വിപത്തുകൾക്കെതിരെ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സംഭവം അറിഞ്ഞുടൻ തന്നെ പരിയാരം പോലീസ് സ്ഥലത്തെത്തി പ്രതിയായ സിയാദ് അബ്ദുള്ളയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ വധശ്രമം, മാരകായുധങ്ങൾ കൈവശം വയ്ക്കൽ, അതിക്രമിച്ചു കടക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കടുത്ത നിയമ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത്തരം ലഹരി ക്രിമിനലുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് മുൻകൂട്ടി എന്തെങ്കിലും സൂചനകൾ ലഭിക്കുകയോ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഒട്ടും സമയം കളയാതെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിയമം കയ്യിലെടുക്കാതെ പോലീസിനെ കൃത്യസമയത്ത് വിവരമറിയിക്കുക എന്നത് മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള വഴി. നമ്മുടെ നാടിന്റെ സുരക്ഷയും സമാധാനവും നിലനിർത്താൻ ഇത്തരം ലഹരി മാഫിയകൾക്കെതിരെയുള്ള കൃത്യമായ വാർത്തകളും മുന്നറിയിപ്പുകളും അവസാന നിമിഷം വരെ കണ്ട് മനസ്സിലാക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ലഹരി വിപത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും ഈ നിർണായക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.